ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചീരത്തോരൻ ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഇത് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ കാണപ്പെടുന്ന പച്ച ചീരയാണ്. ഇതുകൊണ്ട് നമുക്കിന്നൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി നമ്മൾ ചെയ്യേണ്ടത് ഈ പുഴുക്കളൊക്കെ കുത്തിയ ഇലകളുണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ല ഫ്രഷ് ഇലകൾ മാത്രം പിച്ചിയെടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റൊക്കെ ഉള്ളൊരു ഇലയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീട്ടുവളപ്പിലൊക്കെ ഇത് വെച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഒരുപാട് പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ചീരയാണ് പച്ചച്ചീര. അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ പിച്ചിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകുക. അതിൻ്റെ പൊടിയും അഴുക്കും അതിൽ മണ്ണിലൊക്കെ നിന്നുകൊണ്ട് അഴുക്കൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് ഇതിനെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി എടുക്കണം. കഴുകിയതിന് ശേഷം നമുക്കിതിനെ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നല്ല ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതുപോലെ മറ്റുള്ള ചീരയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചീര റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക ആദ്യം. അപ്പോൾ ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും ഒരു 3 പച്ചമുളക് സ്ലൈസ് ചെയ്തതും 2 വെളുത്തുള്ളിയുടെ കഷ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചീര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചീര ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഇട്ട് കൊടുക്കുക. കാരണം ഇത് ചൂടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമങ്ങി വരും. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കുറയും. അതുകൊണ്ട് ആവശ്യത്തിന് ചീര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പോൾ മൂടി വെക്കുന്ന സമയത്ത് നമ്മൾ സിമ്മിൽ വെച്ചേ വേവിക്കാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചീര ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ്. നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നമുക്കിതിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.